10ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ നന്നായി പാസ്സായി. പക്ഷെ എനിക്ക് പ്രീഡിക്ക് വന്നപ്പോൾ എനിക്ക് സെക്കൻഡ് ക്ലാസ്സിലൂടെ പാസ്സാകാനായിട്ട് കഴിഞ്ഞു. ദൈവം സഹായിച്ചു. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എന്റെ ബൈബിൾ കോളേജ് പഠനമാണെങ്കിൽ അതിനേക്കാളും ഏറ്റവും ബെറ്റർ ആണ്. ഞാൻ എന്റെ MD പഠിക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിലായ ഏറ്റവും നല്ല ബെസ്റ്റ് ഔട്ട് ഗോയിങ്, ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡൻറ്റും ബെസ്റ്റ് ഔട്ട് ഗോയിങ് ആയിട്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങിയടയായിരുന്നത്. ഞാൻ അന്ന് MD ബെസ്റ്റ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാരോടും പറഞ്ഞിട്ട് അന്ന് അവിടുത്തെ കോളേജിലായ ലീഡേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്, ദൈവം എത്ര വലിയവനായ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലതായ നല്ല ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നു. ഞാൻ പെട്ടെന്ന് സാറ് ഞാൻ ഓക്കെയാണ്. അങ്ങനെ അവിടെ എനിക്ക് തുടർന്ന് പഠിപ്പിക്കാനും അവിടുത്തെ ലൈബ്രറിയുടേതായ ചുമതല വഹിക്കുവാനും 10 വർഷം അങ്ങനെ ഞാൻ പോകുന്ന സമയമുണ്ടായ. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ എൻ്റെ 7ാം ക്ലാസ് പഠിച്ച് വെക്കേഷൻ അയക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ വളരെ വേഗത്തിൽ ഞാൻ ഇങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നും ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ടാണ് ഇങ്ങനെ അതാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊമ്പ് മുറിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കത്തി, ആ കൊമ്പ് മുറിഞ്ഞതിന് ശേഷം ആ കത്തി വന്ന് എൻ്റെ ഇടത് കണ്ണിലേക്ക് കൊണ്ടു. 90% കാഴ്ച ഇനി കിട്ടാൻ സാധ്യതയില്ല. അത്ര മാരകമാവുന്ന ഒരു മുറിവാണ്. പ്രൈസ് ലോർഡ്. മലയാള ക്രൈസ്തവ മാധ്യമരംഗത്ത് അതിനിർണായകമായ സ്വാധീനമുള്ള ഗുഡ് ന്യൂസ് കുടുംബത്തിൽ നിന്നും എല്ലാവർക്കും സ്നേഹവും വന്ദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അത്ഭുതം ഈ ജീവിതം എന്ന ഗുഡ് ന്യൂസ് TVയിലെ പരമ്പര നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധന്യമായിട്ടുള്ള അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച എല്ലാവരോടും ഈ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള സ്നേഹം ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ദൈവം ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അത് അവർണ്ണനീയമാണ്. തീർച്ചയായിട്ടും അത് പങ്കുവെക്കപ്പെടുന്നത് അനേകർക്ക് പ്രചോദനമാകും എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുമാണ് അത്ഭുതം ഈ ജീവിതം എന്ന പേരിൽ ഒരു പരമ്പര ഗുഡ് ന്യൂസ് TV ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഈ പരമ്പരയിൽ നമ്മളോടൊപ്പം അതിഥികളായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീക കുടുംബം പങ്കെടുക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പാലോട് എന്ന സ്ഥലത്തിന് അടുത്തുള്ള മാങ്കാട് എന്ന ഒരു ഗ്രാമപ്രദേശത്ത് സുവിശേഷ പ്രവർത്തനത്തിൽ പൈനിയർ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ പ്രദീപ് CB, തന്നോടൊപ്പം തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ സോണിയ. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. മരണകരമായിട്ടുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയി ഭർത്താവിനെയും ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തില്ല എന്നുപോലും തോന്നുന്ന ഒരു പശ്ചാത്തലത്തിൽ സിസ്റ്റർ സോണിയ ദൈവത്തോട് പറഞ്ഞ ഒരു പ്രതിജ്ഞയുണ്ട്. എൻ്റെ ഭർത്താവ് ജീവനോട് തിരിച്ചു വന്നാലും തിരിച്ചു വന്നില്ലെങ്കിലും മാങ്കാട് എന്ന സ്ഥലത്ത് ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണി. അങ്ങനെ ഒരു വലിയ പ്രതിജ്ഞയെടുത്ത അനുഗ്രഹിക്കപ്പെട്ട ദേവദാസിയും തൻ്റെ കുടുംബവും നമ്മളോടൊന്ന് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ കേൾക്കേണ്ടുന്നതാണ്. ദൈവം എങ്ങനെ അവരെ മരണത്തിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തി ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ എപ്പിസോഡുകളുടെ അവസാനം വരെ ശ്രദ്ധാപൂർവം കേൾക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് വളരെ സ്നേഹത്തോടെ അവരെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീടുകളിലെ മുറിയിലേക്ക് അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം പ്രദീപ് പാസ്റ്ററെ, സോണിയ സിസ്റ്ററെ, വളരെ വളരെ സ്വാഗതം. സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിരിക്കും. വളരെ നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്ത് രാവിലെ എത്താൻ പറ്റിയല്ലേ? തീർച്ചയായും നല്ല യാത്രയായിരുന്നു. പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്ററുടെ? ആദ്യമായിട്ട് ഈ ഒരു അത്ഭുത ഈ ജീവിതം എന്നുള്ളതായ ഈ ഒരു പരമ്പരയിലേക്ക് അവസരം ലഭിച്ച് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ പ്രദീപ് CB എന്നാണ്. ഞാൻ 1984 മാർച്ച് 1 ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ് ജനിക്കുന്നത്. എങ്കിലും അത് ഒരു ഫുള്ളായിട്ട് പെന്തക്കോസ് ഒരു കുടുംബമല്ല. എൻ്റെ അമ്മ മാത്രമാണ് അന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. എൻ്റെ കുടുംബത്തിൽ ബാക്കി ആരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരല്ല. എങ്കിലും ദൈവകൃപയാൽ ത്തോളം സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെയാണ് എൻ്റെതായ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത്. സഹോദരങ്ങൾ എനിക്ക് 2 പേരുണ്ട്. മൂത്ത ആള് എൻ്റെ ചേച്ചിയാണ്.
അവർ കുടുംബമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. അവർ ചേച്ചിയുടെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. അവർ 3 സഭകളാണ് അവർ നോക്കുന്നത്. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇളയ സഹോദരി അവർ മധുരയുടെ പ്രദേശത്ത് സുവിശേഷ വേലയിലായിരിക്കുന്നു. അവർ കുടുംബമായിട്ട് അവിടെ പാർത്ത് കർത്താവിൻ്റെ മഹത്വം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. നാടിനെ കുറിച്ചൊരു വാക്ക് പറയാമോ? നാട് എവിടെയാണ്? അത് എൻ്റെ സ്വന്തം സ്ഥലം വെള്ളനാടാണ്. വെള്ളനാട് വെളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. തികച്ചും ഗ്രാമപ്രദേശമാണ്. എൻ്റെ പഠനവും വിദ്യാഭ്യാസവും എല്ലാം വെളിയന്നൂർ വെള്ളനാട് സ്കൂളിലാണ് ഞാൻ പഠിച്ച് അങ്ങനെ മുന്നോട്ട് വന്നത്. അങ്ങനെ പഠിച്ച് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഞാൻ ബൈബിൾ കോളേജിലേക്ക് ഞാൻ കടന്നുപോയി. അങ്ങനെ ഞാൻ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പാഷയുടെ ജീവിതത്തിലെ ബാല്യകാലത്തുള്ള ഒട്ടനവധി അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ കണ്ടേക്കാം. മറക്കാൻ പറ്റാത്ത ഒരു ബാല്യകാല അനുഭവം ഏതെങ്കിലും ഉണ്ടോ? അതൊന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ എൻ്റെ 7ാം ക്ലാസ് പഠിച്ച് വെക്കേഷൻ അയക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ എന്ന് പറയുന്നത് ഒരു കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ തന്നെ വീട്ടിൽ കന്നുകാലികൾ, ആട്, പശു ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് അവരുടേതായ ഉപജീവന മാർഗം. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ എൻ്റെ പിതാവിന് ഞാൻ പല കാര്യങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടേതായ വീടിന് തൊട്ട് സമീപ പ്രദേശത്ത് ഈ പ്ലാവ് മുറിക്കുന്നുണ്ടായിരുന്നു. 3-4 പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പയോട് കൂടെ ചേർന്ന് ഞാൻ ആട്ടിന് ആ പ്ലാവിൻ്റെതായ ഇലകൾ ശേഖരിക്കാൻ, അതിൻ്റെ കൊമ്പുകൾ ശേഖരിക്കാൻ വേണ്ടി കടന്നുപോയി. അങ്ങനെ 1-2 പ്ലാവ് മുറിച്ച് അങ്ങനെ അവസാന പ്ലാവ് മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പ്ലാവ് മുറിക്കുന്ന സമയത്ത് അങ്ങ് പോകാറുണ്ട്. അങ്ങനെ പോയി ഞാനിങ്ങനെ പപ്പയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ ഈ പുല്ല് എടുക്കുന്നതായ ഒരു വളഞ്ഞൊരു കത്തിയുണ്ട്. ആ കത്തി വെച്ചാണ് ഞാനിങ്ങനെ ഇത് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഉറുമ്പുണ്ട് അതിനകത്ത്. അപ്പോൾ വളരെ വേഗത്തിൽ ഞാൻ ഇങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്നും ഞാൻ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ടാണ് ഇങ്ങനെ അതാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊമ്പ് മുറിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കത്തി, ആ കൊമ്പ് മുറിഞ്ഞതിന് ശേഷം ആ കത്തി വന്ന് എൻ്റെ ഇടത് കണ്ണിലേക്ക് കൊണ്ടു. പെട്ടെന്ന് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല. ഞാൻ ഉടനെ എൻ്റെ പപ്പയെ വിളിച്ചു. പപ്പ അടുത്തുണ്ടായിരുന്നു. പപ്പ ഓടി നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ അതിൻ്റെ കണ്ണകത്തുള്ളതായ ആ രക്തവും ആ കറുത്ത കളറും അതിങ്ങനെ ഒഴുകി വരികയാണ്. പെട്ടെന്ന് തന്നെ പപ്പ ഭയങ്കര നിലവിളിയായി. പക്ഷെ എനിക്കപ്പോൾ കരയാനൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ കാണുന്ന പപ്പയുടേതായ കരച്ചിലാണ്. പെട്ടെന്ന് തന്നെ തുണിയൊക്കെ കൊണ്ട് അത് മൂടി എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോയി പപ്പ ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ തലയൊക്കെ അടിച്ച് കരയുന്നൊരു അനുഭവമാണ്. അങ്ങനെ വേഗത്തിൽ അവരുടെ അടുത്തുള്ളതായ വെള്ളനാടുള്ളതായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയ സമയത്ത് തന്നെ അവർ പറഞ്ഞു അത് പാടാണ്, അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ട്രിവാൻഡ്രത്തുള്ളതായ കണ്ണാശുപത്രി കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. പക്ഷെ അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരു വാഹനം പിടിക്കുവാനോ വാഹനം ബുക്ക് ചെയ്യാനുള്ളതായ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. ആ സമയത്ത് ഒരു KSRTC ബസ്സിൽ കയറിയിരുന്ന് അടുത്തുള്ളതായ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഒരു തോർത്ത് മേടിച്ച് ഒരു കൈ കൊണ്ട് ആ കണ്ണ് മൂടിയതിനു ശേഷം ഏകദേശം വൈകിട്ടായി, സന്ധ്യ ആകാറായപ്പോഴാണ് ആ ബസ്സിൽ എന്ത് ചെയ്ത് അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നു ആശുപത്രി. അന്ന് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ല, ട്രിവാൻഡ്രത്തുള്ള കണ്ണാശുപത്രി, ട്രിവാൻഡ്രത്തുള്ളതായ ഐ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഐ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അതിന് 90% കാഴ്ച ഇനി കിട്ടാൻ സാധ്യതയില്ല, അത്ര മാരകമാവുന്ന ഒരു മുറിവാണ്. അന്ന് തന്നെ അവർ ഒരു ഓപ്പറേഷൻ ചെയ്തു രാത്രി, അതിന് സ്റ്റിച്ച് ഇട്ടു. പക്ഷേ അന്ന് ഈ ഫോൺ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പപ്പ വീട്ടിൽ പശുകൊണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വിളിച്ച് പറയുവാനോ അറിയിക്കുവാനോ ഒന്നും ഒരു മാർഗവുമില്ല. അങ്ങനെ ഞങ്ങളോട് അഡ്മിറ്റ് ചെയ്ത് അടുത്ത ദിവസം എനിക്ക് അനസ്തേഷ്യക്ക് തന്ന അവർ അഡ്മിറ്റ് ചെയ്യുന്നത് എനിക്കൊന്നും വേറൊന്നും ഓർമ്മയില്ല. ഞാൻ ഓർമ്മ വരുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ഡിസ്ചാർജ് ചെയ്ത് കടന്നു പോകുന്നു. അവരുടേതായ കയ്യിലുണ്ടായിരുന്നതായ കുറച്ച് ഭക്ഷ്യസാധനം ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ അന്ന് ഉച്ചകഴിഞ്ഞ സമയത്ത് എൻ്റെ അമ്മയും അന്ന് ചർച്ചിലുള്ള അമ്മയുടേതായ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, മേരി എന്നാണ് പേര്. അവരിന്ന് ഈ ലോകത്തിലില്ല, പത്താംശത്തിന് വിശ്രമിക്കുന്നു. അവരുമായിട്ട് ഒരുപക്ഷെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് കാണും എന്ന് വിചാരിച്ച് അവിടെ അവർ കടന്നു വരികയുണ്ടായി. അങ്ങനെ ഒരു കാരണം വിളിച്ച് പറഞ്ഞിട്ടില്ല, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കടന്നു വന്നു. അങ്ങനെ ഞാൻ നീണ്ട ഒരു 9 ദിവസത്തോളം അന്ന് ആശുപത്രി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഡിസ്ചാർജ് ചെയ്തു.
അപ്പോൾ എൻ്റെ വെക്കേഷൻ സമയത്ത് 7ാം ക്ലാസ് വെക്കേഷൻ സമയത്ത് സമ്മതിക്കുന്നത്. അപ്പോൾ എൻ്റെ 8ാം ക്ലാസ് പഠനം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ നിലയിലായിരുന്നു. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തിങ്കളാഴ്ച അതിന് ഉച്ചവരെ കൊണ്ട് സ്കൂളിലിരുത്തും, ഉച്ച കഴിയുമ്പോൾ പിന്നെ വിളിച്ചു കൊണ്ടുപോകും. കണ്ണിന്റെ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് അങ്ങനെ പോകരുത്. അറ്റൻഷന് വേണ്ടി മാത്രം ഞാൻ സ്കൂളിൽ പോകുന്നതായ ഒരു അനുഭവമാണ്. എന്നാൽ പഠനം വളരെ മോശമായിരുന്നു. എനിക്ക് കിട്ടുന്ന മാർക്കുകൾ, അന്ന് മലയാളത്തിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് 14 മാർക്ക്, ബാക്കിയുള്ള 10 താഴെയാണ്. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഡിസംബർ ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഓപ്പറേഷൻ കൂടെ അതിന് ചെയ്യാം, അതിന് ലെൻസ് ഇടാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ എല്ലാ ചെക്കപ്പുകളും കഴിഞ്ഞു, ലെൻസൊക്കെ മേടിച്ചു, അതെല്ലാം റെഡിയായി. അന്ന് ഓപ്പറേഷൻ സമയത്ത് ഡോക്ടർമാർ അത് കഴിഞ്ഞ് വന്ന് പറഞ്ഞ് അത് ഇടാൻ പറ്റുന്നില്ല, പഴയ മുറിവിൻ്റെതായ ഒരു കട്ടി കാരണം അത് ഇടാൻ പറ്റുന്നില്ല എന്നുള്ളതായ അങ്ങനെ കാര്യം. പക്ഷെ അതിനകത്ത് കുറച്ച് തിമിരം ഉണ്ടായിരുന്നു, അത് മാറ്റി അവരന്ന് അത് ചെയ്തു. അപ്പോൾ പലപ്പോഴും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ട് സംഭവിച്ചതെന്ന്, ഇങ്ങനെ എന്താണ് സംഭവിച്ചത് ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് പിൽക്കാലത്ത് അതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നൊരു എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാര്യം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ കുടുംബത്തിൽ അവർക്ക് ആൺതലമുറകളില്ല. അപ്പോൾ അവർ വളരെ പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാം പെൺതലമുറകളാണ്, അപ്പോൾ ആൺതലമുറ കിട്ടുന്നത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മാതാവ് ദൈവത്തിന് നേർച്ച നേർന്നു, എനിക്കൊരു ആൺതലമുറയെ കിട്ടിയാൽ ഞാൻ അവന് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാമെന്നുള്ളതായ ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേർച്ച കൊണ്ട് അന്ന് ഞാൻ ജനിച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. അവര് അന്നത്തെ കാലത്ത് നല്ല ചിലവുകളൊക്കെ എന്ത് ചെയ്തു, അവർ ചെയ്തു. പക്ഷെ പിൽക്കാലത്ത് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്നതായ എല്ലാ എൻ്റെ സ്നേഹിതരും ഈ മിലിറ്ററിയിലേക്ക് പോകുന്ന ഒരു അനുഭവം. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് പോകാനുള്ളതായ ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. കാരണം എനിക്ക് പൊക്കമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എനിക്കൊണ്ട് അങ്ങനെ തോന്നി. പക്ഷേ എൻ്റെ കണ്ണിന് ഇത് വന്നതുകൊണ്ട് എനിക്കത് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന് എല്ലാം ഒരു പ്ലാനാണ്, പദ്ധതിയാണ്, നന്നായിട്ട് അറിയാം. ഒരു പക്ഷേ ദൈവത്തിന്റെ ശിക്ഷയല്ല, പക്ഷെ ദൈവത്തിന്റെ വിളിക്ക് വേണ്ടിയുള്ള ഒരു വേർതിരിവ് എന്ന് മാത്രമേ ഞാനത് കാണുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ഇതിലേക്ക് വളരെ പിന്നത്തിൽ വലിയ ഭാരവും ദുഃഖമൊന്നും വന്നിട്ടില്ല. പട്ടാളത്തിൽ ചേരാൻ പറ്റാഞ്ഞതിന്റെ വിഷമമൊന്നുമില്ല. പട്ടാളത്തിൽ ഇല്ല അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് ഇന്ന് ഞാൻ എന്റെ ശുശ്രൂഷയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് എനിക്കങ്ങനെ പെട്ടെന്ന് തോന്നി ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നുള്ളത്. പക്ഷെ ദൈവം എന്റെ മേലത്ത് കണ്ടിരുന്നു. കണ്ണിന്റെ പിന്നെ ആ കാഴ്ചയുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? കാഴ്ച കുറവാണ് അവർ പറഞ്ഞതുപോലെ. പക്ഷേ എനിക്ക് ആ കാഴ്ചയുടെ പ്രശ്നം ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ദൈവം ആ കണ്ണുള്ള കാഴ്ച അതിനേക്കാൾ അപ്പുറമായിട്ട് എന്റെ ഇപ്പോഴത്തെ കണ്ണിൽ എനിക്ക് കാഴ്ച ദൈവം തന്നിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ച എത്ര ശതമാനം ഉണ്ട്? എങ്ങനെയാണ് അതിന്റെ കാഴ്ച ഉണ്ടോ? കാഴ്ച അത് കുറവാണ്. അപ്പൊ ഡോക്ടർമാർ അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അത് ഇന്നും ഉള്ളത്. പക്ഷെ അതിൻ്റെതായ ഒരു ഭാരമോ പ്രയാസങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ പിന്നെ അത് വന്നിട്ടില്ല. കാരണം ദൈവം അതിനകത്ത് കാഴ്ച പോയെങ്കിൽ പോലും എൻ്റെ റൈറ്റ് സൈഡിൽ കണ്ണിന് എനിക്കത് പൂർണ്ണമായിട്ടും 2 കണ്ണും കാണുന്ന അതിനേക്കാൾ അപ്പുറമായിട്ടുള്ളതായ നല്ല ഒരു കാഴ്ചശക്തി ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ അല്പം മോശമായിരുന്നു പറഞ്ഞല്ലോ. പിന്നീട് തുടർന്ന് എങ്ങനെയായിരുന്നു പഠനവും കാര്യങ്ങളും മുന്നോട്ട് പോയത്? 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ക്രിസ്മസ് പരീക്ഷ എഴുതിയിട്ടുമില്ല. കാരണം ഈ ഓപ്പറേഷൻ, രണ്ടാമത്തെ ഓപ്പറേഷൻ കാരണം ഞാൻ ക്രിസ്മസ് പരീക്ഷയിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. എങ്കിലും പിന്നെ അത് വന്ന് കറക്റ്റ് അത് ഡെവലപ്പായി വന്നു. 9ാം ക്ലാസ് ഏറ്റവും ഡെവലപ്പായി. 10ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് ഇയർ തന്നെ നന്നായി പാസ്സായി. പക്ഷെ എനിക്ക് പ്രീഡിക്ക് വന്നപ്പോൾ എനിക്ക് 2nd ക്ലാസ്സിലൂടെ പാസ്സാകാനായിട്ട് കഴിഞ്ഞു. ദൈവം സഹായിച്ചു. ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എൻ്റെ ബൈബിൾ കോളേജ് പഠനമാണെങ്കിൽ അതിനേക്കാളും ഏറ്റവും ബെറ്ററാണ്. ഞാൻ എൻ്റെ MD പഠിക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിലായ ഏറ്റവും നല്ല ബെസ്റ്റ് ഔട്ട് ഗോയിങ്, ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡൻറ്റും ബെസ്റ്റ് ഔട്ട് ഗോയിങ് ആയിട്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങിയതായിരുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ ബൈബിൾ കോളേജിലോട്ട് പോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ ബൈബിൾ കോളേജ് BTH പോയി. BTH ഞാൻ പഠിച്ചത് പുനലുള്ളതായ ബദൽ ബൈബിൾ കോളേജിൽ പഠിച്ചു. 2004 മുതൽ 2007 വരെ പഠിച്ചു. അതിനകത്ത് ഒത്തിരി അനുഭവങ്ങളുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് 2008 മുതൽ 10 വരെ ട്രിവാൻഡ്രം ബൈബിൾ കോളേജിൽ എൻ്റെ MD പഠനം പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് ചർച്ച് പ്ലാന്റിംഗ് മിനിസ്റ്ററിലോട്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒത്തിരി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ MD പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നി. എനിക്ക് ആ കോളേജിൽ എന്തെങ്കിലും ഒരു പഠിപ്പിക്കാനോ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരോടും പറയത്തില്ല. എൻ്റെ മനസ്സിനകത്തൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോട് പറയും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ അത് പോയി. പക്ഷെ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ എടുക്കുന്ന സമയത്ത് എനിക്കൊരു വലിയ ആഗ്രഹം, എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കൊള്ളായിരുന്നു.
ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്നെ സ്നേഹിക്കുന്നതായ ഒരു സാറ്, ഒത്തിരി ശ്രമമുണ്ട് എങ്കിലും ഏറ്റവും ഞങ്ങൾ അടുത്ത് ഇടപെടുന്നതായ ഒരു സാറുണ്ട്. ആ സാറ് എന്നോട് ഒരു ദിവസം വന്ന് ചോദിക്കുകയാണ്, പ്രദീപ്, നിനക്ക് ഇവിടെ ഒരു പ്രവർത്തിപ്പാൻ ചാൻസ് കിട്ടിയാൽ പ്രവർത്തിക്കുമ്പോൾ. ഞാൻ തന്നെ അങ്ങ് അതിശയിച്ചു പോയി. കാരണം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞത് ദൈവം കേട്ടു. ഞാൻ അന്ന് MD ബെസ്റ്റ് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാരോടും പറഞ്ഞിട്ട് അന്ന് അവിടുത്തെ കോളേജിലായ ലീഡേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ച കാര്യമുണ്ട്, ദൈവം എത്ര വലിയവനായ ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിലതായ നല്ല ആഗ്രഹങ്ങളെ കർത്താവ് അറിയുന്നു. ഞാൻ പെട്ടെന്ന് സാറ് ഞാൻ ഓക്കെയാണ്. അങ്ങനെ അവിടെ എനിക്ക് തുടർന്ന് പഠിപ്പിക്കാനും അവിടുത്തെ ലൈബ്രറിയുടേതായ ചുമതല വഹിക്കുവാനും 10 വർഷം അങ്ങനെ ഞാൻ പോകുന്ന സമയം ഉണ്ടായിരുന്നു. ആ 10 വർഷത്തിനിടയ്ക്ക് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ പല ഈ MD എല്ലാം കഴിഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ മാത്രമായിരുന്നോ, അതോ നമ്മൾ അതിനുവേണ്ടി പിന്നെ പ്രത്യേകം പ്രാർത്ഥിക്കുമോ? അതിനെന്തെങ്കിലും അത്തരത്തിലുള്ള ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു അവസരം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള കാര്യം. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് കൂടെയാണ് അത്. കാരണം ഞാൻ ആദ്യം പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് അധികമായിട്ട് ഒരു അറിവില്ലായിരുന്നു. ഞാൻ അറിവുണ്ടായിരുന്നു, സൺഡേ സ്കൂൾ പഠിച്ചു, CAക്ക് പങ്കെടുക്കുന്നു, നമ്മുടെ ഏജിലുള്ളതായ CAക്ക് പങ്കെടുക്കുന്നു, അതിലുള്ളതായ ഏകദേശം അറിവുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കാൾ നന്നായി പഠിക്കുന്ന ലാംഗ്വേജ് വശമുള്ളത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് എൻ്റെ കഴിവൊന്നുമല്ല, പക്ഷേ ദൈവം എന്നെ അതിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാനത് അവിടെ എനിക്ക് കിട്ടുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഞാൻ പല ഏജിയുടേതായ സഭകളിലും പാസ്റ്റേഴ്സിൻ്റെതായ അഭാവത്തിൽ അവരുടെ യാത്രകൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പല സഭകളിലും 3 മാസവും 4 മാസം ഇരിക്കുന്ന സമയം കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ബൈബിൾ കോളേജിൽ പോയതിനു ശേഷം ഞാൻ വേറൊരു സഭയിൽ, ഇൻഡിപെൻഡന്റ് സഭയിൽ, കോളേജിനടുത്തുള്ള തന്നെ വട്ടപ്പാടുള്ളതായ ഒരു സഭയിൽ ഒരു 1-2 വർഷം ഞാൻ വർഷിപ്പ് ലീഡറായിട്ടും ഒക്കെ ഞാൻ അവിടെ ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആദ്യ സമയങ്ങളൊന്നും എനിക്ക് പുതുതായിട്ടൊരു പ്രവർത്തനം തുടങ്ങുന്നതിനോട് വലിയ താല്പര്യമൊന്നും എനിക്കില്ല. എന്റെ മനസ്സിനകത്ത് അങ്ങനെയില്ല. കാരണം ഞാൻ ഈ പാസ്റ്റർ സഭ അഭാഗത്തിൽ പോകുമ്പോൾ ഒരുപക്ഷെ വലിയ സഭയായിരിക്കും കിട്ടുന്നത്. അപ്പൊ എനിക്ക് അന്നുള്ള വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സഭ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവിടെയുള്ള വിസിറ്റിംഗ് കാര്യങ്ങൾ, അവിടെ ശുശ്രൂഷ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നൊന്നും എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തോ ദൈവം അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെയാണ് 2015 ആയപ്പോൾ ഈ മാങ്കാട് എന്ന് പറയപ്പെടുന്നത്, എന്നെ മാങ്കാടല്ല ഞാൻ പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്, വേറൊരു സ്ഥലത്തേക്കാണ് എന്നെ ആക്കിയത്. വേറൊരു സ്ഥലത്ത് എന്നെ ആക്കി. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം, അവിടെ ഒരുപാട് സഭകളുണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയാണ് ഒരു പുതിയ സ്ഥലത്ത് പോയി സഭ തുടങ്ങുന്നതെന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ഒരുപാട് സഭകളുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ പ്രവർത്തിപ്പാൻ വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു എവിടെയെങ്കിലും സഭ ഇല്ലാത്തയിടത്ത് പോയി പ്രവർത്തിക്കണമെന്ന് ഹൃദയത്തിൽ വലിയ ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് വിതിരയുടെ ഭാഗത്ത്, മേമല എന്ന് പറയുന്ന ഭാഗത്ത് ഞങ്ങൾ വീട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ ആ മേമല സഭയിലാണ് ഞങ്ങൾ അന്ന് ഞായറാഴ്ചയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഉള്ളതായ ഒരു അങ്കിൾ, ശീലാസ് ഒരു അങ്കിളുണ്ട്. അങ്കിൾ പറഞ്ഞു, പാസ്റ്റർ നല്ലൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ ഈ മാങ്കാടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഏകദേശം ഒരു 10 വർഷക്കാലത്തോളം നമ്മൾ മറ്റു ശുശ്രൂഷകളൊക്കെ ചെയ്യുമായിരുന്നു. ഈ ബൈബിൾ കോളേജിൽ MD കഴിഞ്ഞ് ഇറങ്ങി ബൈബിൾ ടീച്ചറായിട്ടും ഇന്ററിം പാസ്റ്ററായിട്ടും അല്ലേ? 2007 മുതൽ അങ്ങോട്ടുണ്ട്. 7 മുതൽ 15 വരെ അല്ലേ? 15 വരെ ഏകദേശം 8 വർഷക്കാലം നമ്മൾ പൈനീർ ചെയ്തിട്ടില്ല. നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിൽ പ്രവർത്തിക്കണമെന്നുള്ള, ബൈബിൾ ടീച്ചറായിട്ട് പഠിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു. അതെ. അപ്പം 2015 ഈ നിയോഗം വന്നത്. അതെങ്ങനെയാ ആ ഒരു സംഭവം എന്ന് പറയാൻ പറ്റും? എങ്ങനെയാണ് അതിൽ നിന്നും ഒരു പൈനർ വർക്കിലോട്ട് മാറണം എന്നുള്ള നിയോഗം വന്നത്? എനിക്ക് ആക്ച്വലി ആ ഒരു പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ നശിച്ചു പോകുന്നതായ ആത്മാക്കൾ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊരിക്കലും ഒരു സഭ ഉള്ളിടത്ത് പോയിട്ട് തുടങ്ങുന്നതിനോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. എന്താ ദൈവം എന്നെ അവിടെ, ഞാൻ ഈ മാങ്കാട് പോകുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനായിരുന്നു. ഞാൻ അതിന് ഉദാഹരണമല്ല, ഒരു സംഭവം ഞാൻ പറയാം. ഞാൻ ഈ മാങ്കാട് പോകുന്നതിന് മുമ്പ് എനിക്ക് മാങ്കാട് നേരത്തെ അറിയത്തില്ല, പക്ഷെ ഞാൻ ഈ വർക്കുമായിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ അവിടെ പോയിട്ടുണ്ട്. നമ്മളോടൊപ്പം ഈ കുടുംബം യാത്ര ചെയ്യുകയാണ്, കുടുംബത്തോടൊപ്പം നമ്മളും യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രദീപ് പാസ്റ്റർ തന്റെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു
തനിക്ക് ഒരു വേദ അധ്യാപകനായിട്ട് തന്നെ തുടരുക എന്നുള്ളത് വലിയ ഒരു ആഗ്രഹമായിരുന്നു. നിനക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. നമ്മൾ അതിലേക്കൊക്കെ വരുന്നത് നിമിഷങ്ങളിൽ അതിലേക്കൊക്കെ പ്രവേശിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഏകദേശം 7 വർഷക്കാലം ഒരു പട്ടണത്തിനകത്ത് പാർത്ത് അവിടെയുള്ള ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും വലിയ സഭകളിൽ ഇൻട്രീം പാസ്റ്ററായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം ഉണ്ടാവുകയാണ്. നിങ്ങളെ കുടുംബമായിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് പൈനിയർ വർക്കിന് വേണ്ടി അയക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് ആ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത ഒരു കുടുംബമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏറ്റവും സേഫ് സോണിൽ നിൽക്കുമ്പോഴായിരിക്കും ദൈവം നമുക്ക് പുതിയ കാഴ്ചപ്പാടും പുതിയ നിയോഗം തരുന്നത്. പതറാതെ ആ ചൂട് വെച്ച് മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ഈ ജീവിതാനുഭവങ്ങൾ തുടർന്ന് കേൾക്കുന്നത് നമുക്ക് ധൈര്യം പകരും. നമുക്കിനി സോണിയ സിസ്റ്ററെ ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കാം. സോണിയ സിസ്റ്റർ, വെൽക്കം. വളരെ സന്തോഷം. മാങ്കാട് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എന്താണ് മാങ്കാട്? മാങ്കാട്ടേക്ക് നിങ്ങൾ എങ്ങനെയാണ് പോയത്? മാങ്കാട് എന്ന് പറയുന്നത് വിതുരയിൽ നിന്നൊരു 1 കിലോമീറ്റർ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. വിതുര ജംഗ്ഷനിൽ നിന്ന് പാലോട് പോകുന്ന റോഡിലാണ് മാങ്കാട് എന്ന് പറയുന്നത്. ആ റോഡിൽ നിന്ന് തന്നെ ചായം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സബ് റോഡ്, ഒരു ചെറിയ ഒരു പക്ക ഒരു ഗ്രാമപ്രദേശം, അതാണ് മാങ്കാട് എന്ന് പറയുന്നത്. ഈ മാങ്കാട് ദേശത്തേക്ക് ഞങ്ങള് ആക്ച്വലി വർക്കിനായിട്ടല്ല ആദ്യം പോകുന്നത്. മാങ്കാട് ആ പരിസര പ്രദേശം, ഈ ചായം എന്ന് പറയുന്ന ദേശമൊന്നും ഞങ്ങൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞങ്ങളുടെ കോളേജില്, ട്രിവാൻഡ്രം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആനി തോമസിന്റെ വിവാഹം ദണ്ഡിഗല്ല് വെച്ചിട്ടായിരുന്നു. ദണ്ഡിഗല്ല് പോയിട്ട് ഞങ്ങള് തിരിച്ചു വരുന്ന വഴി രാത്രി ഒരു 1 മണി 2 മണി അടുപ്പിച്ചായി. ഞങ്ങള് പാലോട് നിന്ന് വരുന്ന വഴിക്ക് തന്നെ 2ആയിട്ട് റോഡ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിതുരയ്ക്ക് പോകുന്നത്, ഒന്ന് തൊളിക്കോടിന് പോകുന്ന റോഡ്. ഞങ്ങൾക്ക് ആക്ച്വലി പോകേണ്ട തൊളിക്കോടിന് പോകുന്ന റോഡാണ്. ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, ഫാസ്റ്ററാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഫാസ്റ്റിന് റൂട്ടെല്ലാം അറിയാന്നുള്ളത് അങ്ങനെ പോകുന്നു. ഒരു കുറച്ചു ദൂരം ഇങ്ങ് വന്നപ്പോ വഴി തെറ്റി എന്നുള്ളൊരു ഫീലിങ്സ് വന്നു. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ആരുമില്ല, അടുത്ത് പരിസരത്തൊന്നും ചോദിക്കാനൊന്നും ആരുമില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അവിടെ ഒരു തടിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ആ തടിമേൽ ഇന്നും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ബോർഡ് കണ്ടു, വിതുര എന്ന് പറഞ്ഞിട്ടിങ്ങനെ. അപ്പൊ ഞാനും എന്റെ ബ്രദറും കൂടെ പണ്ട് പൊന്മുടിയിൽ പോയിട്ടുണ്ട്. അപ്പൊ വിതുര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണെന്നുള്ളത് എനിക്കറിയാം. ഒരു 30-35 കിലോമീറ്റർ അകലെയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ഞാൻ ആകപ്പാടെ ഭയന്നു. ഈ രാത്രിയിൽ നമ്മൾ ആകപ്പാടെ പെട്ടു. ഇനി വിതുരയിൽ നിന്ന് അത്രയും ദൂരം, കുഞ്ഞുണ്ട്, മോനുണ്ട്, കയ്യിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇനി വീട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ മുന്നിട്ട് വന്നപ്പോൾ വീണ്ടും റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ മാങ്കാട് വഴി തന്നെ ചായത്തൂടെ തൊളിക്കോടേക്ക് പോകുന്ന ഒരു റോഡ് കണ്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ആ ദേശത്ത് എത്തുന്നത്. രാത്രി, അർദ്ധരാത്രി 1 മണി 2 മണിയൊക്കെ ആയ സമയത്ത്. അങ്ങനെയാണ് ആദ്യമായിട്ട് ചായം എന്നുള്ള പേരൊക്കെ കേൾക്കുന്നത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങളെ വർക്കിന് വിട്ടത് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആനപ്പാറ ഞാനും അച്ഛനും കൂടെയാണ് വിസിറ്റിങ്ങിന് പോയത്. ജസ്റ്റ് ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ ഒരു കാണുന്നത് മുഴുവനും പെന്തക്കോസ്ത് ആയിട്ടുള്ള ആൾക്കാരെയാണ്, വിശ്വാസികള്. കമ്മലും മാലയൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ, ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണല്ലോ അത്. അങ്ങനെ നോക്കിയപ്പോ മുഴുവൻ ഇങ്ങനെ കാണുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു, ഇവിടെ വന്നിട്ട് നമ്മൾ എന്തിനാ അടി കൂടുന്നത്, ഒരാളിന്റെ വിശ്വാസികളെയൊക്കെ എടുത്ത് അങ്ങനെ ഒരു ചീത്തപ്പേര് നമുക്ക് വേണ്ട, നമുക്കൊരു പുതിയ വർക്ക് തുടങ്ങാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് അങ്ങനെ വെറുതെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് എവിടെ എങ്ങനെ ഇതൊന്നും അറിയത്തില്ല. ആഗ്രഹമുണ്ട് പുതിയ വർക്ക് തുടങ്ങാന്ന്, പക്ഷെ അപ്പൊ എടുത്ത തീരുമാനമാണ്. അതുവരെ നമുക്ക് നേരത്തെ അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല. അങ്ങനെയാണ് നമ്മുടെ മേമല ചർച്ചിലെ ഒരു അങ്കിള് പറഞ്ഞ്, ഇങ്ങനെ കുറച്ച് വിശ്വാസികൾ, ഒരു ആന്റിയൊക്കെ ദൂരെ മേമലയൊക്കെ വന്ന് ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അവിടെ സ്ഥലം ആരാധിക്കാനൊന്നും ഇല്ല. അവരൊക്കെ ദൂരെ പോയി ആരാധിക്കുന്ന ഒരു ആന്റി ഉണ്ട്. അവര് ഫാമിലി എല്ലാം ഒരു ആന്റി ആയിട്ടാണ്. അപ്പൊ അവിടെ ഒന്ന് വിസിറ്റിങ്ങിന് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് മാങ്കാട് 4 സെന്റ് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ ഒരു സെക്കൻഡ് സാറ്റർഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വിസിറ്റിങ്ങിന് പോയി അവിടെയുള്ള വീടുകൾ സന്ദർശിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ തിരിച്ചു വന്നു. അതൊരു വഴിത്തിരിവായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങളെ വളരെ സ്നേഹത്തോടെ കൈക്കൊള്ളുന്ന ഒരു കൂട്ടം ആൾക്കാര്. അപ്പൊ ഞങ്ങള് അവിടെ അല്ല താമസിക്കുന്നത്, കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. അപ്പോ അത്രയും ദൂരെ നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവിടെ കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു അത്. അങ്ങനെയാണ് ഞങ്ങൾ മാങ്കാട് എത്തിപ്പെടുന്നത്. അവിടെ സാധാരണ ആൾക്കാരായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട തൊഴിലും കാര്യങ്ങളൊക്കെ ആൾക്കാർ, സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാർ, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന അമ്മമാര്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, തീരെ സാധാരണയായിട്ടുള്ള ആൾക്കാർ. അപ്പൊ എത്ര വർഷമായിട്ട് മാങ്കാട് പ്രവർത്തനം? ഞങ്ങൾ ഇപ്പൊ 10 വർഷം. 10 വർഷമായിട്ട് മാങ്കാട് തന്നെ പ്രവർത്തനം തുടരുകയാണ്. 10 വർഷം കഴിഞ്ഞു, ഒരു 11ാമത്തെ വർഷം കഴിഞ്ഞിട്ട് തുടങ്ങി. പൈനിയർ വർക്കായിരുന്നു.
അതെ തുടങ്ങി പയനീർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ വർക്ക് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ പറയുന്ന ജീവിതത്തിൽ ഏറ്റവും കഠിനമേറിയിട്ടുള്ള ഒരു സമയത്തേക്ക് കടക്കുന്നതല്ലേ? അതെന്താ സംഭവത്തിന്റെ? 2017 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് അച്ഛന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ടെന്ന് പറയാം. അങ്ങനെ ഒരു ആക്സിഡന്റ്. രാവിലെ വർക്കേഴ്സ് മീറ്റിങ്ങിന് പോവായിരുന്നു. വർക്കേഴ്സ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ഉച്ചയായപ്പോ എന്റെ ഫാദർ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് പ്രദീപ് എന്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പപ്പ വർക്കേഴ്സ് മീറ്റിങ്ങിന് പോയി. സാധാരണ പപ്പ ഒറ്റ ചോദ്യത്തിൽ നിർത്തും. അതെവിടെയാ മക്കളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അത് തൊളിക്കോട് പോയിട്ട് എങ്ങോട്ടാ പോണേ എനിക്കറിയത്തില്ല, ചർച്ച എവിടെയാണെന്നൊന്നും അറിയത്തില്ലെന്ന്. അപ്പൊ എന്നിട്ട് അല്ല കുന്നത്തുമല എന്ന് പറഞ്ഞു. ഞാൻ കുന്നത്തുമല എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പൊ പപ്പ വീണ്ടും ചോദിച്ചു അതെവിടെയായി കുന്നത്തുമല? അപ്പോ ഞാൻ പറഞ്ഞു അത് തൊളിക്കോട് പോയിട്ട് എങ്ങോട്ട് പോണം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഈ 2-3 ക്വസ്റ്റ്യൻ വന്നപ്പോ ഞാൻ ചോദിച്ചു പപ്പ അതെന്താ അങ്ങനെ എന്ത് പറ്റി പപ്പാന്ന് ചോദിച്ചേ. അല്ലെങ്കിൽ പപ്പ അങ്ങനെ ചോദിക്കത്തില്ല. അപ്പൊ പറഞ്ഞു അന്നേരം പപ്പ ചോദിച്ച് അല്ല അവനൊരു ആക്സിഡന്റ് പറ്റിയെന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ തന്നെ എനിക്ക് അന്നെന്റെ മോൻ ഒരു 3.5 വയസ്സ് 4 വയസ്സ് മോന് പ്രായം, മോൾക്ക് 8 മാസം പ്രായം. 8 കഴിഞ്ഞ് 9-ാമത്തെ മാസം തുടങ്ങുന്ന ആ ഒരു പ്രായം ആ ടൈമിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പപ്പയോട് പപ്പ വേറെന്തെങ്കിലും പപ്പ പറഞ്ഞു അവൻ നിന്റെ അടുത്തൊന്നും മിണ്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനായി. പക്ഷെ പപ്പയ്ക്ക് എന്തോ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നമ്മളെ വളർത്തിയതുകൊണ്ടാണോ പപ്പ ഇത് തുറന്നങ്ങ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി ആ സമയത്ത്. ഞാൻ ഓടി നമ്മുടെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോയി. സാറ് അച്ഛന് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാറ് നമ്മുടെ അവിടെയുള്ള സാർമാരെ എല്ലാം വിളിച്ചു കൂട്ടി. ഏതാണ്ട് 10-15 പേരുടെ വേഗം തന്നെ അവരെല്ലാം വന്നു. അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഡ്രൈവറിന്റെ അടുത്ത് വണ്ടി എടുക്കാൻ പറഞ്ഞു. എന്നോട് ഒരുങ്ങാൻ പറഞ്ഞു, ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞു. ഞാന് മോളെയും കൂടെ എടുത്തപ്പോ അവിടെ മലയാളി കുട്ടികൾ കുറവാ. ആകെ 2 പേരുണ്ടല്ലോ. ഒരു കുട്ടീനെ എന്റെ കൂടെ മോളെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വിട്ട് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോകാം, വേറെ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പോയിട്ട് വരാം, ഒരു പ്രശ്നവും ഇല്ല, ധൈര്യമായിട്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രദീപ് പാസ്റ്ററുടെയും സോണിയ സിസ്റ്ററിന്റെയും ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മരണനിഴലിന്റെ താഴ്വര എന്നൊക്കെ നമ്മൾ പലപ്പോഴും സങ്കീർത്തനം 23 വായിച്ച് ധ്യാനിക്കുമ്പോൾ പലപ്പോഴും ധ്യാനിക്കാറുണ്ട്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ മരണനിഴലിന്റെ താഴ്വരയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുള്ള ജീവിത അനുഭവങ്ങൾ, മാങ്കാട് എന്ന സ്ഥലത്ത് വളരെ വലിയ ദൈവിക ദൗത്യം വളരെ ശ്രേഷ്ഠമായി നിർവഹിച്ചു വന്ന യാത്രക്കിടയിൽ ഏറ്റവും കാഠിന്യമേറിയ ഒരു ജീവിത പശ്ചാത്തലത്തിലൂടെ ഈ കുടുംബം കടന്നുപോയ സംഭവം നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോവുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ, വിശ്വാസത്തെ ഉറപ്പിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര വലുതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. നമുക്ക് ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് തുടർന്ന് പോകാൻ, അത് ശ്രദ്ധയോടെ കേൾക്കാൻ ഗുഡ് ന്യൂസ് ടിവിക്കകത്ത് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 8 മണിക്ക് അത്ഭുതം ഈ ജീവിതം എന്ന പേരിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ്. പ്രദീപ് പാസ്റ്ററുടെയും സോണിയ സിസ്റ്ററിന്റെയും ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് നമുക്ക് ഗുഡ് ന്യൂസ് ടിവിയിലൂടെ കേൾക്കുവാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗുഡ് ന്യൂസ് ടിവിയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഗുഡ് ന്യൂസ് ടിവി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ന്യൂസ് ടിവിയുടെ എല്ലാ പ്രോഗ്രാമുകളും കാണുവാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ വീടിന്റെ മുറിക്കകത്തിരുന്നു കൊണ്ട് ആത്മീയ ജീവിതത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ, കരുത്താർജിപ്പിക്കുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ കൂടുതൽ സജീവമാക്കുവാൻ ഇതിന്റെ ഓരോ പ്രോഗ്രാമുകൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഗുഡ് ന്യൂസ് ടിവിയോടൊപ്പം നമുക്കൊന്നിച്ച് നല്ല വാർത്തകൾ പറഞ്ഞും നല്ല വാർത്തകൾ കേട്ടും നല്ല അനുഭവങ്ങൾ അനുഭവിച്ചും യാത്ര തുടരാം. ചൊവ്വാഴ്ച ദിവസം രാത്രി 8 മണി മറക്കരുത്. അത്ഭുതം ഈ ജീവിതം.